നിങ്ങൾ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരാൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് എന്തിനാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്? ഒരാളുടെ പാൻസിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കേണ്ടതില്ല. നമ്മൾ മനുഷ്യ അവകാശങ്ങൾ എന്ന് പറയണം. അതിൽ സ്ത്രീകളും ഒരു ഭാഗമാണ്, അത്രയേ ഉള്ളൂ. ഈ ലോകത്ത് സ്ത്രൈണതയ്ക്ക് പൗരുഷത്തെപ്പോലെ തന്നെ പ്രാധാന്യമുണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. Sadhguruji, what is the quality you find in an Indian woman when compared to the world woman, other countries? What is the best and beautiful quality? One single quality. താങ്കൾ എന്നെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണോ? How she is different and how she is greater than when compared to the other women all over the world. നോക്കൂ, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ സ്ത്രീകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന്. നമ്മളെപ്പോഴും സ്ത്രീകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ശരിയായ സ്ത്രീകളും മോശം സ്ത്രീകളും ഉണ്ടെന്നാണ്. എന്നാൽ പുരുഷന്മാർ എപ്പോഴും ശരിയാണ്. നമ്മളെപ്പോഴും ശരിയായതുകൊണ്ട് ഇത് ശരിയായ തരത്തിലുള്ള സ്ത്രീയാണോ അതോ മോശം സ്ത്രീയാണോ എന്ന് നമ്മൾ നോക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ചില കാരണങ്ങളാൽ പ്രകൃതി സ്ത്രീകൾക്ക് വലിയൊരു ഉത്തരവാദിത്തം നൽകിയിട്ടുണ്ട്. ഒരു കുട്ടിയെ ഗർഭം ധരിക്കുന്നതിലും കുട്ടിയുടെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നതിലും. കൂടാതെ ഒരു കുട്ടിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് പ്രത്യുൽപാദനം മാത്രമാണെന്ന് കരുതരുത്. ഞാനും നിങ്ങളിവിടെ ഉള്ളത് അത് കാരണമാണ്. അപ്പോൾ നമ്മുടെ അസ്തിത്വം തന്നെ ഒരു സ്ത്രീയുടെ ശരീരത്തിലാണ് ആരംഭിച്ചത്. സാധാരണ പ്രസവം വഴി ജനിച്ചവരാണെങ്കിൽ, എന്റേത് സാധാരണ പ്രസവമാണ്. വേറെ എവിടെ നിന്ന് പൊട്ടുവീണതാണെന്ന് അവകാശപ്പെടുന്ന ചിലരുണ്ട്. അവരെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടേത് സാധാരണ ജനനമാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു സ്ത്രീയുടെ ശരീരത്തിലാണ് ആരംഭിച്ചത്. എന്നാൽ ഇന്ന് ഒരാണോ പെണ്ണോ ആവുക എന്ന ലളിതമായ ജൈവികമായ കാര്യത്തെ നമ്മൾ വളരെയധികം വലുതാക്കുകയാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ തെരുവിലൂടെ നടക്കുമ്പോൾ ഒരാൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നിങ്ങൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? ഒരാളുടെ പാൻസിനുള്ളിൽ എന്താണെന്ന് എന്തിനാണ് ശ്രദ്ധിക്കുന്നത്? അത് നിങ്ങളുടെ വിഷയമല്ല. കുളിമുറികളിലും കിടപ്പുമുറികളിലും മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ. മറ്റൊരിടത്തും ആവശ്യമില്ല. ജോലി സ്ഥലങ്ങളിൽ, തെരുവുകളിൽ, നമ്മൾ മറ്റെവിടെയാണെങ്കിലും ഒരാൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ മനുഷ്യരായി കാണാൻ കഴിയുന്നില്ല? ഞാൻ കരുതുന്നു നമ്മൾ ഇതിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന്. അത് വളരെ അനാരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതിനർത്ഥം നമ്മൾ ശരീരഭാഗങ്ങളിൽ നിരന്തരം അമിതമായി ആകൃഷ്ടരാണ്. അതുകൊണ്ടാണ് നമ്മൾ ആളുകളെ അവരുടെ ലിംഗഭേദം വെച്ച് അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾ ആളുകളെ അവരുടെ ബുദ്ധി കൊണ്ടോ അവരുടെ കഴിവ് കൊണ്ടോ അവരുടെ യോഗ്യത കൊണ്ടോ അല്ല, അവരുടെ ലിംഗഭേദം വെച്ച് മാത്രമാണ് തിരിച്ചറിയുന്നത്. ഇത് ലോകത്തെ നോക്കിക്കാണുന്നതിനുള്ള ശരിയായ രീതിയല്ല. നമ്മുടെ ജീവിതത്തിലെ ചില വശങ്ങൾക്ക് നമ്മുടെ ലിംഗം എന്താണെന്ന് പ്രധാനമാണ്. പക്ഷേ ബാക്കിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്കെത്ര തലച്ചോറുണ്ട് എന്നതാണ് പ്രധാനം. നിങ്ങൾക്കെത്ര കഴിവുണ്ട് എന്നതാണ് കൂടുതൽ പ്രധാനം. ചില ബന്ധങ്ങളിൽ മാത്രമാണ് നിങ്ങളുടെ ലിംഗം എന്താണെന്നതിന് പ്രാധാന്യമുള്ളൂ. ബാക്കിയുള്ള ബന്ധങ്ങളിൽ ലിംഗം ഒരിക്കലും ഒരു വിഷയമാകരുത്. അപ്പോൾ മാത്രമേ സമത്വമുണ്ടാകൂ. നിങ്ങളെപ്പോഴും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനുഷ്യ അവകാശങ്ങളെന്ന് പറയണം. സ്ത്രീകളും അതിൻ്റെ ഭാഗമാണ്, അത്രമാത്രം. അപ്പോൾ ഇന്ത്യൻ സ്ത്രീകളെക്കുറിച്ച് ഞാനത് പറയണോ? ഈ രാജ്യത്ത് നമ്മൾ ഒരുപാട് വിസ്മയകരമായ കാര്യങ്ങളെ പരിപോഷിപ്പിച്ചു.
എന്നാൽ ഈ വിസ്മയകരമായ കാര്യങ്ങൾ പല തെറ്റിദ്ധാരണകൾ കാരണം ഭീകരമായ കാര്യങ്ങളായി മാറി. അവ ഭീകരമായ കാര്യങ്ങളായി മാറിയെന്ന് ഞാൻ പറയുമ്പോൾ, സ്ത്രീയുടെ സംരക്ഷണത്തിനും സ്ത്രീയുടെ ക്ഷേമത്തിനും വേണ്ടി സൃഷ്ടിച്ച പല ലളിതമായ കാര്യങ്ങളും കാലക്രമേണ വിവേചനപരമായി മാറുകയും ചൂഷണത്തിൻ്റെ ഭീകരമായ രൂപങ്ങളായി മാറുകയും ചെയ്തു. ഈ ലളിതമായ കാര്യങ്ങൾ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് നാം പരിശോധിക്കണം. ഈ കാര്യങ്ങളെ നമ്മൾ അഭിസംബോധന ചെയ്തില്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ പോക്ക് ഇപ്പോൾ ഇങ്ങനെയാണ്. അവർക്ക് സ്ത്രീയെയും പുരുഷനെയും തുല്യരാക്കി മാറ്റണം. തുല്യരാക്കേണ്ട ആവശ്യമില്ല. തുല്യമായ അവസരങ്ങൾ നല്ലതാണ്. ഒരു പുരുഷൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഒരു സ്ത്രീ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പ്രകൃതി സൃഷ്ടിച്ച ലിംഗഭേദത്തിൻ്റെ അർത്ഥമെന്താണ്? ഈ ലോകത്ത് സ്ത്രൈണതയ്ക്ക് പൗരുഷത്തെപ്പോലെ തന്നെ പ്രാധാന്യമുണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. എന്നാൽ ഇന്ന് സമത്വത്തിൻ്റെ പേരിൽ സ്ത്രീകളും ഇങ്ങനെയായി തുടങ്ങിയിരിക്കുന്നു. അവർ പുരുഷന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങുന്നു. കാരണം അവർക്കറിയാം ഈ ലോകത്ത് വിജയിക്കാനുള്ള ഏകമാർഗം അതാണെന്ന്. അവർക്ക് വിജയിക്കണമെങ്കിൽ അവർ പുരുഷന്മാരെ പോലെ പെരുമാറണം. ഇന്ന് സ്ത്രീകൾ പോലും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് ആവശ്യമില്ല. കാരണം നിങ്ങൾ സ്ത്രീത്വത്തെ നശിപ്പിച്ചാൽ ശരിക്കും സ്ത്രീകൾ അടിമകളായി മാറും. ലോകത്തിലെ സ്ത്രീത്വത്തെ നിങ്ങൾ വിലമതിച്ചില്ലെങ്കിൽ എല്ലാ സൗമ്യതയും ഇല്ലാതാകും. നിങ്ങൾക്ക് വീട്ടിലും ഒരു കച്ചവട സ്ഥലമുണ്ടാകും. ഇതിപ്പോഴേ വലിയ തോതിൽ സംഭവിക്കുന്നുണ്ട്. ആളുകൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ കരാറുണ്ടാക്കുന്നു. നമ്മൾ വേർപിരിയുകയാണെങ്കിൽ ഈ വീട്ടിലെ എന്തെല്ലാം സ്വത്തുക്കൾ എനിക്കുള്ളതാണ്. അതെ, വിവാഹത്തിന് മുമ്പ് അവർ കരാറുണ്ടാക്കുന്നു. നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ധാരണയുണ്ടാകണം. നമ്മൾ വേർപിരിഞ്ഞാൽ എൻ്റെ ബാങ്ക് ബാലൻസ് എനിക്കുള്ളതാണ്, നിന്റേത് നിനക്കും. രണ്ടുപേർ എങ്ങനെയാണ് ഇങ്ങനെ ഒന്നിച്ച് ജീവിക്കുക? ഈ നാട്ടിൽ രണ്ടുപേർ ഒന്നായി മാറുന്നതിൻ്റെ ആനന്ദം ഇപ്പോഴുമുണ്ട്. കുറച്ചു സമയത്തിന് ശേഷം നിങ്ങൾ വഴക്കിടുമായിരിക്കും. എങ്കിലും രണ്ട് ജീവിതങ്ങളെ ഒന്നായി നെയ്തെടുക്കുന്നതിൻ്റെ ആനന്ദം നമുക്കറിയാം. സമത്വത്തിൻ്റെ പേരിൽ നിങ്ങളിങ്ങനെ പരസ്പരം സംശയത്തോടെ നോക്കുകയാണെങ്കിൽ പരസ്പരം അറിയുന്നതിൻ്റെയും പരസ്പരം ഇടകലരുന്നതിൻ്റെയും പരസ്പരം ഒന്നാകുന്നതിൻ്റെയും സന്തോഷം നിങ്ങൾ ഒരിക്കലും അറിയില്ല. അതൊന്നും നിങ്ങൾ അറിയില്ല. വീടൊരു കച്ചവട സ്ഥലമായി മാറും. ഇത് സമത്വത്തെക്കുറിച്ചുള്ള തെറ്റായ ആശയങ്ങൾ കാരണമാണ്. നമ്മൾ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യരുത്. നമ്മൾ ഉത്തരവാദിത്വത്തെക്കുറിച്ച് സംസാരിക്കണം.